നമസ്കാരം. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ജയവും തോൽവിയും സ്വാഭാവികമാണ്. എന്നാൽ ഒരു സ്ഥാനാർത്ഥിയുടെ തോൽവി പടക്കം പൊട്ടിച്ചും പായസം വിളമ്പിയും ഒരു വിഭാഗം ആഘോഷിക്കണമെങ്കിൽ അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ടാകും. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പരാജയപ്പെട്ടപ്പോൾ കേരളം കണ്ടത് അതാണ്. തിരുവനന്തപുരം മുട്ടത്തറയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ഒത്തുചേർന്ന് പായസം വിതരണം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇവർ ഗണേഷ് കുമാറിന്റെ തോൽവി ഇത്രത്തോളം ആഗ്രഹിച്ചത്? എന്തായിരുന്നു ആ മന്ത്രാലയവും ഈ സാധാരണക്കാരും തമ്മിലുള്ള പ്രശ്നം? നമുക്ക് നോക്കാം. ഗതാഗത മന്ത്രി എന്ന നിലയിൽ വളരെ കർക്കശമായ തീരുമാനങ്ങൾ എടുത്ത വ്യക്തിയായിരുന്നു ഗണേഷ് കുമാർ. റോഡ് സുരക്ഷയ്ക്കും സിസ്റ്റം നന്നാക്കാനും അദ്ദേഹം കൊണ്ടുവന്ന പല കാര്യങ്ങളും ചർച്ചയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ അദ്ദേഹം എടുത്ത ചില തീരുമാനങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കി എന്നതാണ് സത്യം. പ്രധാനമായും ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സെന്ററുകൾ സംബന്ധിച്ച പരിഷ്കാരങ്ങൾ. അത്യാധുനിക സംവിധാനങ്ങൾ വരുന്നത് നല്ലതാണ്. പക്ഷേ അത് നിലവിലുള്ള ആയിരക്കണക്കിന് ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന പരാതി ഉയർന്നു. ഗണേഷ് കുമാറിന്റെ അജണ്ട സാധാരണക്കാരുടെ സ്ഥാപനങ്ങൾ പൂട്ടിക്കുക എന്നതായിരുന്നു എന്നാണ് ഇന്നിവർ പരസ്യമായി ആരോപിക്കുന്നത്. എന്തൊക്കെയാണ് ഇവരുടെ പ്രധാന പരാതികൾ? ഏകപക്ഷീയമായ നിലപാടുകൾ. ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ പുതിയ നിയമങ്ങൾ വരുത്തിയപ്പോൾ അത് പ്രായോഗികമാണോ എന്ന് ഈ മേഖലയിലുള്ളവരോട് ചോദിക്കാൻ മന്ത്രി തയ്യാറായില്ല. 2. വിവേചനം. ഗണേഷ് കുമാറിന്റെ താൽപര്യപ്രകാരമുള്ള വലിയ കേന്ദ്രങ്ങളിൽ കൂടുതൽ പേർ പാസ്സാകുന്നു എന്നും സാധാരണക്കാരുടെ ഗ്രൗണ്ടുകളിൽ മനഃപൂർവ്വം വിജയശതമാനം കുറയ്ക്കുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. 3. അടിസ്ഥാന സൗകര്യങ്ങൾ. ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് എന്ന് കൊട്ടിഘോഷിച്ചെങ്കിലും പലയിടത്തും ക്യാമറകളോ മൈക്കോ പോലും പ്രവർത്തിക്കുന്നില്ല. മഴ പെയ്താൽ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറ്റില്ല. ഈ ഗ്രൗണ്ടിലെ കാട് വെട്ടാൻ പോലും ഡ്രൈവിംഗ് സ്കൂളുകാർ കയ്യിൽ നിന്ന് പണം പിരിക്കേണ്ട അവസ്ഥയാണ്. കോടികൾ ചെലവാക്കുന്ന ഗതാഗത വകുപ്പ് ഇതൊന്നും കാണുന്നില്ലേ എന്നതായിരുന്നു ഇവരുടെ ചോദ്യം. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു മന്ത്രി ജനങ്ങളുടെ പരാതി കേൾക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ തങ്ങളെ നേരിൽ കാണാൻ പോലും ഗണേഷ് കുമാർ തയ്യാറായില്ല എന്നാണ് ഈ ഉടമകൾ പറയുന്നത്. പലതവണ കാണാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം കൂസാക്കിയില്ല. ഇതാണ് ഇവരെ ചൊടിപ്പിച്ചത്. ജ്യോതികുമാർ ചാമക്കാലയുടെ വിജയം ഇവരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു രാഷ്ട്രീയ മാറ്റമല്ല, മറിച്ച് തങ്ങളെ അവഗണിച്ച ഒരു വ്യക്തിയോടുള്ള മധുര പ്രതികാരം കൂടിയാണ്. അതുകൊണ്ടാണ് പത്തനാപുരത്തെ വോട്ടർമാരെക്കാൾ കൂടുതൽ ആവേശത്തോടെ തിരുവനന്തപുരത്തെ ഈ ഗ്രൗണ്ടിൽ പടക്കം പൊട്ടിയത്. അവസാനം ജനാധിപത്യം വിജയിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഗണേഷ് കുമാറിനെ പോലുള്ള ഒരു കരുത്തനായ നേതാവിന് പത്തനാപുരത്ത് കാലിടറാൻ ഇത്തരം ചെറിയ വിഭാഗങ്ങളുടെ പ്രതിഷേധങ്ങളും കാരണമായിട്ടുണ്ടാകാം. കർക്കശമായ തീരുമാനങ്ങൾ നല്ലതാണ്, പക്ഷേ അത് സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടിച്ചുകൊണ്ടാകരുത് എന്ന വലിയ പാഠമാണ് ഈ പായസം വിളമ്പൽ നമുക്ക് നൽകുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾ ശരിയായിരുന്നു, അതോ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഈ പ്രതിഷേധം ന്യായമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.